ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ മോളൂസിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പാരൻസിനെയൊക്കെ അവിടുത്തെ വോളണ്ടിയേഴ്സ് ക്യാപ്റ്റേഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡിസിപ്ലിൻ നോക്കലാണ് കേട്ടോ ഡ്യൂട്ടി കിട്ടിയേക്കണത്. പിന്നെ നമ്മുടെ മക്കൾ സബ് ജില്ലയിൽ ഒരു ഡാൻസ് കളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് അതിൽ പ്രൈസൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അത് തന്നെ അവർ ഇവിടെയും കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഗായത്രിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ, ഡാൻസിൽ കളിക്കാനുള്ള ഫ്രണ്ട്സാണ്. ഇപ്പോൾ അതേപോലെ ഈ പച്ച സാരി ഉടുത്ത് നിൽക്കുന്നതൊക്കെ ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സാണ് ഈ ഡാൻസിലുള്ള കുട്ടികളെയൊക്കെ അണിയിച്ചൊരുക്കുന്നത്, മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മുടി കെട്ടുന്ന ഡ്യൂട്ടി ടീച്ചേഴ്സാണ് ഏറ്റെടുത്തേക്കണേ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ മേക്കപ്പ് സെറ്റൊക്കെ മുകളിൽ മേക്കപ്പ് മാനാരുണ്ട്. ഇത് സ്കൂളിൻ്റെ ഫ്രണ്ടിലെ വരാന്തയിലുള്ള ഒരു പിക്ചറാണ് കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം കാര്യങ്ങളൊക്കെ. സെൻറ്റ് ജോർജസ് മിക്സഡ് LPS പനങ്ങാട് എന്നാണ് കേട്ടോ സ്കൂളിൻ്റെ പേര്. ഫ്രണ്ടിൽ തന്നെ അതേ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റോഡ് സൈഡിൽ തന്നെയാണ് സ്കൂൾ. അപ്പോൾ ഇത്രയും പേരാണ് ഗായത്രിക്കുട്ടിയുടെ ഡാൻസിന് സംഘനൃത്തത്തിന് ഉള്ളത് കേട്ടോ. അപ്പോൾ അതേ മേക്കപ്പിനായിട്ട് മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ സബ് ജില്ലയിൽ കളിച്ചപ്പോൾ ഇങ്ങനെയല്ല മുടി സ്റ്റൈൽ ചെയ്തിരുന്നത്, വേറെ രീതിയിലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കോമ്പറ്റീഷനൊന്നും അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഒരു നാടോടി നൃത്തം മോഡലാണ് കേട്ടോ വരുന്നത് ഇവരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ടീച്ചേഴ്സ് ഇതേ മുടിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. 7 കുട്ടികളാണ് ഇവരുടെ ഡാൻസിലുള്ളത് കേട്ടോ. അപ്പം മുടി കെട്ടിക്കഴിഞ്ഞ കുട്ടികൾ മുകളിലേക്ക് പോകണം. അവിടെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഗായത്രിയുടെ കഴിഞ്ഞു. അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ മുകളിലേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെയും മേക്കപ്പ് കഴിഞ്ഞ കുട്ടികളെ ഒരുക്കിയിട്ട് താഴത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ ഡ്രസ് കോഡാണ് പച്ച കളർ. അപ്പോൾ ഇതൊക്കെ അവരെ കുട്ടികളുടെ പാരൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ടീച്ചർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്കപ്പിനായിട്ട് ഗായത്രീനെ കൊണ്ടുവന്നു. ഒരു 3-4 ചേട്ടന്മാരാണ് കേട്ടോ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗായത്രി കുട്ടിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുഖത്ത്. അതേസമയം തന്നെ നമ്മുടെ സ്റ്റേജിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിശിഷ്ട അതിഥികൾ സ്റ്റേജിലുണ്ട്. പിന്നെ നമ്മുടെ റവന്യൂ മന്ത്രി ആണ് നമ്മുടെ ഉദ്ഘാടനത്തിന് എത്താമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ആൾക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ മറ്റുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പച്ചസാരി ഉടുത്ത് നിൽക്കുന്ന ടീച്ചറാണ് HM നിമ്മി ടീച്ചർ. അതേപോലെ തന്നെ നമ്മുടെ മാനേജർ. അപ്പോൾ അങ്ങനെ ഉദ്ഘാടന ചടങ്ങൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഉച്ചവരെ നമ്മുടെ ഉദ്ഘാടനം, അതുപോലെ തന്നെ പ്രസംഗം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മുടെ മാനേജറാണ്, സ്കൂൾ മാനേജറാണ് വിളക്ക് കൊളുത്താൻ വേണ്ടി തയ്യാറായി വന്നേക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം തുടങ്ങുകയെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. പിന്നെ സ്റ്റേജിൽ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളും പ്രസംഗവും കാര്യങ്ങളൊക്കെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം പ്രോഗ്രാം ഒരു 10 മണിയോടെയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഓരോരുത്തരുടെ പ്രസംഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ടൈം ആവും. ഇതാണ് കേട്ടോ സ്റ്റേജിൻ്റെ ഫ്രണ്ട് പോർഷൻ. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ കലണ്ടർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ തയ്യാറാക്കിയ മാഗസീൻ്റെ പ്രകാശനം സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം LSS നേടിയ കുട്ടികൾക്കുള്ള ട്രോഫി വിതരണം നടക്കാനുള്ള കുട്ടികളാണ് സ്റ്റേജിൽ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഏകദേശം ഒരു 9 പേർക്കോളം LSS കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള ട്രോഫി വിതരണമാണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത്. അനാമിക KA, അബേരി PR, രക്ഷ രതീഷ്. പിന്നീട് ക്ലാസ് തലത്തിലുള്ള കുട്ടികൾക്കുള്ള ട്രോഫി വിതരണമായിരുന്നു കേട്ടോ. LKG UKG 1st 2nd 3rd 4th ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള വിതരണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗായത്രി P from 4B, Srinay Sriraj C from 4C, Hridit Krishna PS. Hridit Krishna PS, Youth Festival Group Dance 3rd A grade, Kodangallur Sub District Maths Player Number Chart B grade, പഞ്ചായത്ത് തല വിജ്ഞാനോത്സവത്തിൽ മികച്ച വിദ്യാർത്ഥി. അടുത്തതായി സ്റ്റെപ്സിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച അവിടെ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണം എന്നറിയിക്കുന്നു. സാക്ഷിയാകണം. എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹത്തിന് മുൻപിൽ ഈ സമ്മാനം സമർപ്പിക്കുന്നു. നന്ദി. ശ്രീ സജു ലൂയിസ്. 4ാം ക്ലാസ്സിലെ സോമൻ താമരക്കുളം ഏർപ്പാട് ചെയ്തതാണ്. അത് നൽകുന്നത്
രമേശ് ബാബു, ജാസ്മിൻ കാവ്യ തുടങ്ങിയ ഇവിടെയുള്ള ഈ വിദ്യാർത്ഥി ഭാവിയിൽ എല്ലാ തലത്തിലുമുള്ള പുരോഗമനവും വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ശ്രീരാജ് ആ കുട്ടിയുടെ രക്ഷിതാക്കളും നമ്മളുടെ സന്തോഷത്തോടൊപ്പം ചേരുകയാണ്. ഏറെ സ്നേഹത്തോടെ അങ്ങനെ അതേ ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടോ. നമുക്കുള്ള ഫുഡ് സ്കൂളിൽ തന്നെ ഉണ്ട്. ചോറ്, സാമ്പാർ, അച്ചാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ട്രോഫി വിതരണം, സൈക്കിൾ വിതരണം ഒക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു. ഇനി കുട്ടികളുടെ ഡാൻസ് കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ പിള്ളേരാണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുക കേട്ടോ. അപ്പോൾ അതേ ഗായത്രിക്കുട്ടി ഏകദേശം ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കണം. അപ്പോൾ LKG തൊട്ടിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് ഒക്കെ ആരംഭിക്കാൻ റെഡിയായി, പിള്ളേരൊക്കെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുമക്കളുടെ ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. ഗായത്രിക്കുട്ടി ആ മഞ്ഞ കളർ ഡ്രസ് ഇട്ടിട്ടുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ. അവരുണ്ടായിരുന്നു, അവർ നന്നായി കളിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ കളിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.